പ്രതിഷേധം ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. എങ്ങനെയാണ് ഇദ്ദേഹം ഈ ദുരന്തത്തിനിരയായത് എന്നുകൂടി നമുക്ക് നോക്കാം. രക്ഷപ്പെടാനുള്ള പരക്കം പാച്ചിലിൽ കാൽ വഴുതിയില്ലായിരുന്നുവെങ്കിൽ അജീഷ് ഇപ്പോഴും ജീവിച്ചിരുന്നേനെ. വീണിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ സമയം കിട്ടിയില്ല. അതിനു മുൻപേ വിരളി പിടിച്ചെത്തിയ കാട്ടാനെ ആക്രമിക്കുകയായിരുന്നു. നാടിന് നടുക്കിയ സംഭവമുണ്ടായ വീട്ടുമുറ്റത്ത് നിന്ന് കിഷോർ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വയനാടൻ ജനതയെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഇന്ന് രാവിലെയാണ് വയനാട് പടമല സ്വദേശിയായ അജീഷ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഇന്ന് രാവിലെ 7 മണിക്ക് അജീഷ് ഇതേ റോട്ടിലൂടെയാണ് തൊഴിലാളികളെ അന്വേഷിച്ച് വീട്ടിലേക്ക് പണിക്ക് ആവശ്യത്തിനായി തൊഴിലാളികളെ അന്വേഷിച്ച് പോകുന്നത്. തൊഴിലാളികളെ അന്വേഷിച്ച് പോകുന്ന വഴിയിൽ അജീഷ് കാട്ടാനയുടെ മുൻപിൽപ്പെടുന്നു. ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ റോഡിലൂടെ ഓടിയ അജീഷ് അതിൻ്റെ തൊട്ടടുത്ത് തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ റോഡിൻ്റെ തൊട്ടരികിലുള്ള ജോമോൻ്റെ വീട്ടിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുന്നു. ഇവിടെ കാണുന്ന ഈ സ്റ്റെപ്പിലൂടെയാണ് ഇന്ന് രാവിലെ അജീഷ് തൻ്റെ ജീവൻ നിലനിർത്താൻ കാട്ടാന ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ സ്റ്റെപ്പിലൂടെയാണ് അജീഷ് ഓടിക്കയറിയത്. പക്ഷേ ഈ സ്റ്റെപ്പിലൂടെ മുകളിലേക്ക് ഓടിക്കയറുമ്പോൾ ഈ ഗേറ്റിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അജീഷിന് എളുപ്പത്തിൽ വീടിനകത്തേക്ക് കടക്കാൻ പറ്റിയില്ല. ഇത് പടമല ജോമോൻ എന്ന വ്യക്തിയുടെ വീടാണ്. ഈ ജോമോൻ്റെ 2 മക്കൾ ചേർന്ന് ഈ ഗേറ്റ് തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്കും ഈ ഗേറ്റ് തുറന്നു കൊടുത്ത് അജീഷിനെ എളുപ്പത്തിൽ ഇതിനുള്ളിലേക്ക് കടത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അജീഷ് ഇതിന് മുകളിലൂടെ ചാടുകയായിരുന്നു. ചാടി തെറിച്ച് വീണ അജീഷ് ഈ ഗേറ്റിന് തൊട്ടപ്പുറത്തായി വീഴുകയായിരുന്നു. വീണതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എഴുന്നേറ്റ് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഇതിനിടയിൽ ആന ഗേറ്റ് തകർത്തുകൊണ്ട് ഈ ഭാഗത്തേക്ക് വരുന്നു. ഇവിടെ അജീഷ് വീഴുന്നു. ഇതിനുശേഷം അജീഷിനെ ഇവിടെ നിന്ന് തട്ടിത്തെറിപ്പിച്ച ആന ഏതാണ്ട് ഈ ഭാഗത്തേക്കായി അജീഷ് വീഴുന്നു. ഇവിടെ നിന്നാണ് അജീഷിനെ അതിദാരുണം വയനാടൻ ജനതയെ കണ്ണീരിലാഴ്ത്തിയ ഈ പ്രദേശത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ രീതിയിൽ ഈ ആന അജീഷിനെ കൊലപ്പെടുത്തുന്നത് ഈ ഭാഗത്ത് വെച്ചാണ്. അതിനുശേഷം ആന ഇവിടെ നിന്ന് മുള്ളുവേലി കടന്ന് ഇതിന് മുകളിലേക്കുള്ള ഭാഗത്തേക്ക് ഒരല്പം കാട് പോലെയുള്ള ഭാഗത്തേക്ക് കടന്നു പോവുകയാണ് ചെയ്തത്. ഏതാണ്ട് 1 കിലോമീറ്റർ അപ്പുറത്ത് ഇപ്പോഴും ഈ വീടിൻ്റെ ഏതാണ്ട് 1 കിലോമീറ്റർ അപ്പുറയായി ആന ഉണ്ടെന്ന് തന്നെയാണ്. അവിടെ നിന്ന് ആനയെ തുരത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് വാർത്ത. എങ്കിലും വയനാടൻ ജനതയെ അത്രമേൽ കണ്ണീരിലാഴ്ത്തി ഒരുപക്ഷെ കഴിഞ്ഞ കുറേ നാളുകളായി വയനാടൻ ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാട്ടാന ആക്രമണത്തിൻ്റെ വന്യജീവി ആക്രമണത്തിൻ്റെ മറ്റൊരു ചിത്രം കൂടിയായി ഇന്ന് ഏറ്റവും ദുരന്തമായ ഒരു സംഭവം നടക്കുന്നത്. അജീഷ് ഒരുപക്ഷെ ഈ ഗേറ്റ് തുറന്നു കൊടുത്ത് ഗേറ്റിലേക്ക് കൃത്യമായി കയറാൻ പറ്റിയിരുന്നെങ്കിൽ കാട്ടാന ആക്രമണത്തിന് രക്ഷപ്പെട്ട് അദ്ദേഹത്തിന് ജീവൻ നിലനിർത്താൻ പറ്റുമായിരുന്നു. പക്ഷെ അതിന് സാധിച്ചില്ല. ക്യാമറാമാൻ റിബിനൊപ്പം വയനാട്ടിൽ നിന്നും കിഷോർ തോമസ്.